ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുളിയോദര അല്ലെങ്കിൽ പുളിസാദം എന്ന് പറയും. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ കാണിക്കാം. ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ആദ്യം പുളി ചോറ് വേവിച്ച് വെക്കണം. ഇങ്ങനെ ഒരു ചോറ് തൊടാണ്ട് നമ്മൾ ഫ്രൈഡ് റൈസിന് ഉണ്ടാക്കണ മാതിരി പൊതിനച്ചോറ് ഉണ്ടാക്കി വയ്ക്കണം. പിന്നെ പൊതിനച്ചോറിൽ തന്നെ ഉണ്ടാക്കിയാൽ ഇത് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ മട്ടയിലൊന്നും ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല. ഇത് 2-4 നാൾ ഇത് കേടുകൂടാതെ ഇരിക്കുന്ന ചോറാണ്. എവിടേക്കെങ്കിലും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇത് കെട്ടിക്കൊടുത്താൽ സൂപ്പറായിരിക്കും. പിന്നെ താളിക്കാൻ നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാൻ അവിടെ കപ്പലണ്ടി വറുത്തിട്ടാണ് എടുത്താണ്. പിന്നെ വരമിളക, കറിവേപ്പില, കായപ്പൊടി, കടുക്, അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഇത് ശരിക്കും നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുക കേട്ടോ. പക്ഷെ നമുക്ക് നല്ലെണ്ണ പരിചയമില്ലല്ലോ, നമുക്ക് വെളിച്ചെണ്ണയല്ല പരിചയം. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യത്തിൽ കടുക് ഇടുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലും ഉണക്കമുളകും ഇടുക. ആ കുരുവോടെ ഇട്ടോട്ടോ. അടുത്തത് നമ്മുടെ കപ്പലണ്ടി വറുത്ത് തോല് കളഞ്ഞു വെച്ച കപ്പലണ്ടി ഇട്ടു. ഒന്ന് ചൂടായാൽ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. പിന്നെ ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയൊക്കെ പുളിയിൽ ഒഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ മണം പോവും. ഇത് വറുത്ത് വെച്ചതാണ്, അധികം വറവൊന്നും ആവണ്ട, ചൂടായാൽ മതി. ഇപ്പം നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇതിലിട്ടിട്ട് പറ്റിക്കണം. കുറച്ച് മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി. ചോറിന് വേണ്ട ഉപ്പിടണം കേട്ടോ. ചോറിന് ഉപ്പില്ല. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് കായപ്പൊടി, കായപ്പൊടി കട്ടായി. കായപ്പൊടി നന്നായിട്ടോളൂ കേട്ടോ, 2 സ്പൂണ്. പുളി ഗ്യാസാന്ന് എല്ലാവർക്കും അറിയില്ലോ. ടേസ്റ്റ് ഉണ്ടെങ്കിലും പുളി ഗ്യാസാട്ടോ. പിന്നെ കപ്പലണ്ടി ഗ്യാസാണ്. അതുകൊണ്ട് കായപ്പൊടി ഇതിൽ നിറയെ ഇടണം. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടാത്തൊരു സംഭവമാണ്. അപ്പോൾ കായപ്പൊടി നിറയെ ഇട്ടോളൂ. നല്ല വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചോറ് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് ഇതിൽ ഇത്തിരി അധികമുള്ള മാതിരി തോന്നുന്നുണ്ട്. കുറച്ച് നമ്മൾ നീക്കി വെച്ചാലേ നാശാവൊന്നുമില്ല. ഈ ഗ്രേവി ഇങ്ങനെ കുറച്ച് നീക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു ദിവസം ചോറ് മാത്രം ഉണ്ടാക്കിയിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. ഇത് പോരായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. അത് നിറയുണ്ട് ഇതിൽ. പുളി അധികമായി എങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിൽ അടുപ്പ് ചെറുതാക്കി വയ്ക്കുക. ഇത് ഇതിലിടുക. നല്ല പറ്റി, അത് കാരണമായിട്ട് അടുപ്പ് ചെറുതാക്കി വയ്ക്കണേ. നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് രണ്ടാമത് വേണമെങ്കിൽ ഇടാം കേട്ടോ. ചോറിൽ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. നല്ല മിക്സ് ചെയ്യുക. എല്ലായിടത്തേക്കും ഈവണാവണ മാതിരി മിക്സ് ചെയ്യാം. എല്ലാം ഈവണായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ് നോക്കാം. പോരായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാൻ ഇവിടെ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ഇഷ്ടമാണ്.
മതിട്ടാ. നമുക്ക് രാത്രിക്ക് ഇത് ഉണ്ടാവും. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേമാതിരി നോക്കി ഉണ്ടാക്കിക്കോട്ടാ. പിന്നെ എന്താ വെച്ചാൽ എരിവ് അത്രയധികം വേണ്ടാത്തവർ മുളക് പൊടി സ്കിപ്പ് ചെയ്തോ. ലാസ്റ്റ് ഞാൻ പുളി വെള്ളത്തിൽ വെച്ചില്ലേ. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി ഇടണ്ട. ഇത് നല്ല ചൊടിയുണ്ട്. ഇങ്ങനെ കഴിക്കാച്ചാൽ ഒന്നും വേണ്ട. നമുക്ക് ആ കപ്പലണ്ടി ഉണ്ടല്ലോ, അതിങ്ങനെ കഴിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇത് നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടാ. എന്നെ അങ്ങനെ സപ്പോർട്ടും ചെയ്തോളാം. അപ്പോൾ നമ്മളൊരു ഉരുളൻകിഴങ്ങ് ഉപ്പേരിയും കൂടി വെക്കണം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി, പെരിഞ്ജീരകം, കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എന്നിട്ടൊന്ന് വേവിക്കുക. ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വേണ്ട പിന്നെ താളിപ്പൊന്നുമില്ല. പിന്നെ തുള്ളി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പുരട്ടിയെടുക്കുക. ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് ഒഴിക്കാം കേട്ടോ. നമ്മൾ ക്രഷ് ചെയ്തത് മിക്സിയില്ല. ആ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. മറ്റൊരു ചെറിയ ടീസ്പൂണ്. ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. വളരെ ഈസിയാണ് പണിയാണ്. പക്ഷേ ടേസ്റ്റ് ഭയങ്കര ഗംഭീര ടേസ്റ്റായിരിക്കും. ഒരു 3 മിനിറ്റ് ഇവിടെ മൂടി വെച്ചിട്ട് വേവിക്കാം. നമുക്ക് പപ്പടം വറുക്കാം കേട്ടോ. പൊന്തി വന്നു. മതി. അപ്പോൾ പപ്പടം വറുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ പുളിയോദരയ്ക്ക് നമ്മൾ ഉരുളൻകിഴങ്ങും പപ്പടും. ഇവിടെ ഉരുളൻകിഴങ്ങും എന്തോന്ന് നോക്കാം കേട്ടോ. നമുക്ക് എല്ലാ പണിയും 10 മിനിറ്റിൽ കഴിയണം. അതാണ് നമ്മുടെ ഉദ്ദേശം. സൂപ്പറാണ്. അടിപൊളി ടേസ്റ്റ്. എല്ലാം പാകാം. ഒന്നൊന്ന് വറുത്തെടുത്താൽ മതി. മധുരമുള്ള ഉരുളൻകിഴങ്ങ്. ഇത് ഊട്ടി ഉരുളൻകിഴങ്ങെന്ന് പറയും. മധുരമുള്ള ഉരുളൻകിഴങ്ങിന് ഊട്ടി ഉരുളൻകിഴങ്ങ്. നമുക്ക് വരുന്നതൊക്കെ ഊട്ടിയിൽ നിന്നും കൊടൈക്കനാലിൽ നിന്നാണ്. ഇത് ഊട്ടിയാണ്. മധുരമില്ലാത്ത നല്ല ഉരുളൻകിഴങ്ങ് കൊടൈക്കനാലിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നുണ്ടാക്കിയ പുളിയോദര. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കിക്കോട്ടാ. നഷ്ടമാവില്ല. അതുമാതിരി ചെയ്തോളാം. നിങ്ങൾക്ക് നട്ട്സ് അണ്ടിപ്പരിപ്പൊക്കെ ഇടണവർക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇടാം. ഞാൻ കപ്പലണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം നിന്ന് 10 മിനിറ്റ് വേണ്ട കേട്ടോ. ഇത്ര നേരം എന്ന് പറയണ്ട. പൊളി ടേസ്റ്റാണ്. ഈ കപ്പലണ്ടി മാത്രം മതി. ഇതിന് സൈഡ് ഡിഷൊന്നും വേണ്ട. ഭയങ്കര ടേസ്റ്റാണ്. 2-3 ദിവസം കേട് കൂടാതെ ഇരിക്കുന്ന ഒരു ചോറാണ് കേട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോ. സൈഡ് ഡിഷ് ഇല്ലെങ്കിലും വേണ്ട. മീൻ വറുത്തതാ, ചിക്കനാ, ഉരുളൻകിഴങ്ങ് വറുത്തതാ, എന്ത് വേണേലും കൂടെ കഴിക്കട്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ ആവില്ല. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നെ വന്നടിക്കാം. കമൻറ്റിലൂടെ ചീത്ത പറഞ്ഞു. ഇത് ഞാൻ കഴിച്ചിട്ടേ ഇരിക്കും. അത് കാരണം ഞാനിപ്പോൾ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ വേറെ ഡിഷായിട്ട് പിന്നെ വരാം കേട്ടോ. ഓക്കെ, ബായ്.